നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള അവസാന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ ഇന്ന് കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ USA ആണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി നാളെ പുലർച്ചെ 4:30 ഇന്ത്യൻ സമയം കളി വരുന്നത്. ഏതായാലും ഈ കളിക്ക് മുന്നോടിയായിട്ട് കോച്ച് ഡൊറിവാൾ ജൂനിയർ ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ കോപ്പ അമേരിക്കയ്ക്കുള്ള ബ്രസീലിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ള ചോദ്യം വരികയുണ്ടായി. അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത്, നമ്മൾ തീർച്ചയായിട്ടും നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. യങ് ടീമാണ് നമുക്കുള്ളത്. വളരെ പോസിറ്റീവായിട്ടാണ് അവരെല്ലാവരും കാര്യങ്ങൾ എടുക്കുന്നത്. ട്രെയിനിങ് നല്ല രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി എന്താണ് കളിക്കളത്തിൽ ഉണ്ടാവുക അതനുസരിച്ചിരിക്കും. നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഓപ്പണൻസിനെയാണ്, അത് ഫ്രണ്ട്ലി മത്സരങ്ങളിലും നമ്മൾ അങ്ങനെയാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ കോപ്പ അമേരിക്കയുടെ ഗ്രൂപ്പ് സ്റ്റേജിലും നമുക്ക് ശക്തരായിട്ടുള്ള എതിരാളികളാണുള്ളത്. എന്തായാലും ഇത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോരാട്ടങ്ങളായിരിക്കും. എന്നാൽ നമ്മൾ അതിനു വേണ്ടി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റ് ജോബാണ് ഇപ്പോൾ ബോയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് അധികം വൈകാതെ തന്നെ കളിക്കളത്തിൽ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ടീമിൽ നല്ല കോമ്പറ്റീഷൻ താരങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. പക്ഷെ ഒരു ടീം എന്ന നിലയിൽ നല്ല രൂപത്തിലേക്ക് ടീം വളർന്നു വരുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് കോച്ച് ഡൊറിവാൾ ജൂനിയർ ഇന്നലെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ പോലെ USAക്കെതിരെ ഫ്രണ്ട്ലി മത്സരം, അത് കഴിഞ്ഞാൽ കോപ്പ അമേരിക്കയിൽ ബ്രസീലിന് നേരിടാനുള്ളത് കോസ്റ്റാറിക്ക, പരാഗ്വെ, കൊളംബിയ തുടങ്ങിയ ടീമുകളുമായിട്ടാണ്. ശക്തമായിട്ടുള്ള ഗ്രൂപ്പിൽ തന്നെയാണ് ബ്രസീൽ ഉള്ളത്. അദ്ദേഹം പറഞ്ഞ പോലെ ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. ബ്രസീലിന്റെ യുവ ടീമിനെ എങ്ങനെ ആ പരീക്ഷണ ഘട്ടം മറികടക്കാൻ പറ്റും, കാത്തിരിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.